ഇങ്ങോട്ട് കയറ്റില്ലേ? ഇപ്പോൾ രണ്ടെണ്ണം ഇതിൽ കയറിയിട്ട് സെറ്റായി ഒരു ഹോൾസിൽ. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. നല്ല അടിപൊളി പരിപാടിയുള്ളത്. അടിപൊളി പരിപാടിയാ. വെയിലും മഴയൊന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ രണ്ട് ഫൈബറിൽ ഒന്നുകൂടെ ഉണ്ടാവില്ല ഇത്. ഇതൊരു ഇൻപുട്ടും 2 ഔട്ടും ആണ് വരുന്നത് അല്ലേ? ഇത് ഇൻപുട്ടാണ്. സെപ്പറേറ്റ് ഇടുക. അത് ഇന്നാണ് വരുന്നത്. അല്ല ഇന്നാണ്. അത് 2 കണക്ഷനാണ്. അപ്പം ഇനിയിപ്പോൾ ആ ഇൻപുട്ടോടെ ഇതിൻ്റെ ഈ സൈഡൊക്കെ എടുത്ത് കയറ്റിട്ടുണ്ടല്ലേ? കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് തുറക്കേണ്ട ജെല്ല എങ്ങനെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അടിപൊളിയാണ്. അത് ബാധിക്കുള്ളൂ. ഇത് ശരീരത്തിൽ മുറിവിലറ്റായി കഴിഞ്ഞാൽ ആണോ? അതെന്താ കാണിക്കുന്നത്? നെറ്റിനുള്ള ഒരു ലെയർ എടുത്തിട്ട് കേബിളിനുള്ള ലെയർ നമുക്ക് ആ ബാക്കി ബാലൻസ്. അപ്പോൾ 1 2 ലെയർ ഉണ്ടാവും അല്ലേ? ഇത് 2 ഉണ്ട്, 4 ഉണ്ട്. ഇത് 2 ഉള്ള അവിടെ നിൽക്കാൻ സാധ്യത കുറവുണ്ടാവും. നിൽക്കട്ടെ. കപ്ലർ പറഞ്ഞ സാധനം വേണം. ഇനി കപ്ലർ എത്ര കപ്ലറുണ്ട്? 50 പകുതിയാക്കുക നേരെ. 50ൻ്റെ കപ്ലർ. അപ്പം ഇത് നേരെ ഇൻപുട്ട് 2 ആക്കാണ്. അപ്പോൾ 50-50 നമ്മൾ ഈ കപ്ലർ എടുത്തിട്ട് നോക്കുമ്പോൾ ഇവിടെ 40 താഴെ ഇത് 40-60 ഒരു മിനിറ്റ്. ഉണ്ടോ? രണ്ടല്ലോ, ഒന്നുണ്ടോ? അത് 40-60 50-20 60-40 50. അത് 50. അവിടെ 50 കാണിക്കുന്നത് 50-50 അതാണല്ലേ? അതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുള്ളത്. ഇതാണ് അതിൻ്റെ കപ്ലയർ. ഒരു ഇൻപുട്ടും 2 ഔട്ടും. പണി തുടങ്ങാൻ പോവാ. ഇനിയാണ് സ്പ്ലേസിങ് വരുന്നത് അല്ലേ? ഞാൻ ആദ്യം ഇൻപുട്ട് എത്ര സിഗ്നൽ ഉണ്ടോ? 29. നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കാം. അത് കേബിൾ സിഗ്നൽ. അപ്പോൾ മനസ്സിലായി. അത് കേബിൾ സിഗ്നലാണ്. അത് കേബിൾ സിഗ്നലാണ്. കേബിൾസിൻ്റെ ആവശ്യമില്ല. കേബിളിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നെറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. കൊളക്കാടൻ കോഴിക്കോട്, അരീക്കോട് കോഴിക്കോട് ബസ്സാണുള്ളത്. അപ്പം ഇതിൻ്റെ ആണ്. മിഷ്യൻ നമ്മുടെ സ്പ്ലൈസിങ് ആണ് തുടങ്ങുന്നത്. തുടങ്ങാൻ പോവുക. ആ കോയിലും കൊണ്ട് കാണിക്ക്. അതിൻ്റെ ക്ലിയർ ആയിക്കോട്ടോ. മറ്റേ ഇത് കാണിക്ക്. ഇത് കാണിക്ക്. ഇതാണ് അതിൻ്റെ
ഇത് ജോയിൻ്റ് അടിക്കാനുള്ള സാധനം അല്ലേ? സ്ലീവ് ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്യുന്ന അത് ഫിക്സഡ് ആക്കുന്ന സാധനം. അതായത് ഇത് ഇങ്ങനെ ജോയിൻ്റ് അടിച്ച് അതിനുള്ളിൽ വെച്ചിട്ട് ഫിക്സഡ് ആക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം, ഇനി നമ്മൾ പണി തുടങ്ങാൻ പോവാം. ഇതിങ്ങനെ ചുരണ്ടുക, അതിൻ്റെ ഒരു ഭാഗം ലേശം ചുരണ്ടുക. അപ്പോൾ ചുരണ്ടിയപ്പോൾ അത് പോയി, അപ്പോൾ വീണ്ടും ചുരണ്ടുക. അപ്പോൾ അടുത്തതിന് കിട്ടും, കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുക. ഇതിൻ്റെ ഈ ചുരണ്ടിയ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിനുള്ളിലുള്ള സാധനമാണ് ഇത് സ്പ്ലൈസ് ആകുന്നത്. ഇതിന് സ്പ്ലൈസ് ആയിരുന്നത് ഇതിന് കട്ട് ചെയ്യണമല്ലോ. കട്ട് ചെയ്യണം. ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യും. 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ഈ സാധനം കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യുന്നേരം നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ കട്ടായി ഉണ്ടാവും. അപ്പോൾ കട്ടായുണ്ട്, അത് കറക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ചെയ്യണം. നോക്കട്ടെ, ഇതാണല്ലേ? അതെ. ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കണത്. അതാ കട്ട് ചെയ്തെടുക്കുക. ഇത് കറക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ മെഷീനിൽ വെച്ച് നോക്കണം. മെഷീനിൽ വെച്ചിട്ട് നോക്കണം. മെഷീൻ വെച്ച് നോക്കുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇതിന് കാണിക്കുക കട്ടിങ് കറക്റ്റാണ്. കണ്ടോ? അപ്പോൾ കറക്റ്റാണ്. ഇത് കറക്റ്റ് കട്ടിങ് ആണ്. കറക്റ്റ് കട്ടിങ്ങാണ്. അപ്പോൾ അതേപോലെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് കയറ്റി കൊടുക്കുക. ഇൻപുട്ട് അതിലേക്ക് ജോയിൻ്റ് അടിക്കണം. അതെ, ഇതാണ് കപ്ലറിലേക്ക് ജോയിൻ്റ് അടിക്കുന്നത്. ഇൻപുട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ചുരണ്ടി, പിന്നെ അത് ചുരണ്ടി വെച്ച് അതിൽ വരച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും കട്ടായി. കട്ടായ ശേഷം മെഷീനിൽ വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് എത്തി. ഇനി അത് സ്റ്റാർട്ട് അടിച്ച്, അപ്പോൾ രണ്ടും കൂടെ സ്ലൈസായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് തലയും കൂടി ജോയിൻ്റായി ഇപ്പോൾ ഒന്നായിട്ടുണ്ടാവും. ഞാൻ ജോയിൻ്റ് ഒന്നായതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ കാണിക്കും എസ്റ്റിമേറ്റഡ് ലോസ് കാണിക്കും. ലോസ് 0, അതായത് ഒരു പൊടിയും ഇല്ല, ഒരു പടലും ഇല്ല. ലോസ് കണ്ടില്ലാതെ നമ്മളിപ്പോൾ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം അതേപോലെ ഇതാണ് നമ്മൾ സ്ലൈസ് ആയ സാധനം. എവിടെ സ്ലൈസ് ആയത്? ഈ 4 തമ്മിൽ സ്ലൈസ് ആയി. കറക്റ്റ് നമ്മൾ കിട്ടണമെങ്കിൽ ഇതിപ്പോൾ രണ്ട് ഇതും കൂടി ജോയിൻ്റ് ആയി. ഇപ്പോൾ ആ പഴയത് മാറി ഒറ്റ ഫൈബർ ഇനി അവിടെ വെച്ചിട്ട് ഇത് ഈ നേരത്തെ നമ്മളിട്ട സാധനം വെച്ചിട്ട് അത് ഫിക്സഡ് ആക്കാൻ പോവാം. അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫിക്സഡ് ആക്കാം. അവിടെ കൊണ്ടുവച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ ഫിക്സഡായി. ആ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഫിക്സഡായി. ഇനി അവിടെ ഒന്നും ആവില്ല. അത് കറക്റ്റ് സ്പേസ് തന്നെ നടന്നു. സ്ലൈസിങ് നടന്ന് അവിടെ ഹീറ്റിങ് നടന്നിട്ടുണ്ട്. ഇനി അവിടെ ഒന്നും ആവില്ല. ഇനിയിപ്പോൾ ഇത് അടിക്കണത് ഇപ്പോൾ രണ്ടാമത് അതിൽ നിന്ന് വരുന്ന ഔട്ടായിരിക്കും അല്ലേ? അതെ, ഈ കണക്ഷൻ ഇതിൽ രണ്ടെണ്ണാക്കിയിട്ട് വീണ്ടും തന്നെ കട്ട് ചെയ്യും. ആ ഇൻപുട്ട് രണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഔട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങോട്ട് 2 ഔട്ടിൽ ഒരു ഔട്ടാണ് വേണം. ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതി ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി. ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സാധനത്തിന് വരുന്നത് നടക്കുന്നത് അതിൻ്റെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നതും ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് രണ്ടും കൂടെ ഉരുകി അങ്ങോട്ട് ചേരാണ് അതിൻ്റെ ഉള്ളിൽ അല്ലേ? ഇത് രണ്ട് ആരോമാർക്കുള്ള സാധനമാണ് ഉരുക്കുന്ന സാധനം. ഈ 2 ആരോമാർക്കുള്ള മറ്റേത് ആ തലക്കിൽ അവിടെ അങ്ങനെ വെച്ച് കൊടുത്ത് അടച്ചു കഴിഞ്ഞാൽ തന്നാലെ നേരത്തെ വെച്ച സാധനത്തിൻ്റെ സിഗ്നൽ ഇളക്കുക. അതിൻ്റെ സിഗ്നൽ ഇപ്പം എത്ര ഉണ്ടാവും? നേരത്തെ ജോയിൻ്റ് ആയിട്ടില്ല. ജോയിൻ്റ് അവിടെ ഇളക്കാൻ പോവുകയാണ്. സിഗ്നൽ ഏകദേശം റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. 30, 31 അതൊക്കെ ഉണ്ടാകുക. ഇത് കറക്റ്റ് കട്ടല്ലാത്തതും കൊണ്ടാണ് ഏകദേശം മനസ്സിലാകുന്നത്. എല്ലാ കുഴപ്പമില്ല. സിഗ്നൽ ഏകദേശം റെഡിയാണ്. 29, 25 ഉണ്ടാവും. 25 ഉണ്ടാവും. അപ്പോൾ ഏകദേശം വൈഫൈ വർക്ക് ചെയ്യാൻ ഇപ്പോൾ എത്ര dB സിഗ്നൽ വേണ്ട വരും? 23, 24 ഒരു കറക്റ്റ് സിഗ്നൽ. 23, 24 ഉണ്ടെങ്കിൽ കറക്റ്റ് സിഗ്നൽ. ഇത് ഏകദേശം അടുത്ത് വരും. കാരണം ഇത് പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ആണോ? കപ്ലറിന് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വെച്ച് നോക്കിയിരുന്നേ ഉള്ളൂ. അങ്ങനെ കാണിച്ചാൽ. അപ്പോൾ ഇത് കറക്റ്റ് അടിച്ചതല്ല? ഇപ്പോൾ കറക്റ്റ് അടിച്ചതല്ല. ഇത് വെച്ച് നോക്കിയോ ജസ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ടോ? അത് ശരിക്കും അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ കണ്ട സിഗ്നൽ ഇപ്പോൾ 27, 26 ഉണ്ട്. ഇപ്പോൾ 25 ഒക്കെ 23, 24 ആവും. 24 ആവും. ഇപ്പോൾ ചൂടായില്ല? ആദ്യം വെച്ച് ചൂടായി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ഭാഗം ഇതാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത്.
ഉഷാറായി. ആ ഭാഗം ഉണ്ട്. ശരി, ആ ഭാഗം കണ്ട് ജോയിൻ്റ് ആയി അടിപൊളിയായി. സെറ്റ് ആയിക്കുന്നു. ഇതാണ് ആ ഇനി അവിടെ ഒന്നും ആവൂല. ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അത്ര വളരെ വൃത്തിയായി. അങ്ങനെ എന്തായാലും പ്രശ്നമില്ല. അതായത് ഇതുപോലെ തന്നെ ഇതിനൊരു പ്രൊട്ടക്ഷൻ വന്നു മാത്രം ചെയ്ത ഭാഗത്ത്. പിന്നെ അവിടെ ഒരു ഇത് ഇനി ഒന്നും ഉണ്ടാവൂല. ഇനി ഒന്നും ഉണ്ടാവില്ല. ഇനി അവിടെ ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയല്ലേ ചെയ്യാനുള്ളൂ. ഇനി അതുപോലെ തന്നെ ചെയ്യാനുള്ളൂ. അതേപോലെ ഇപ്പോൾ ആദ്യം കാണിച്ച മാതിരി തന്നെ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ തലക്കൽ അവിടെ റൂമിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യണത്, അവിടെ ഇനി കണക്ടർ അടിക്കാണ്ട് അല്ലേ, മോഡം കൊടുക്കുന്നിടത്ത്. ഇനി നമുക്ക് അവിടെ നിന്ന് മോഡം കൊടുക്കണം. നമുക്ക് അടുത്ത കാണാം.